ഹേമാജി സർ, ഇത് ന്യൂ അപ്പോയിന്റ്മെന്റ് പ്രമീള. ആ SB അക്കൗണ്ടിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. പ്രമീള, ബാങ്കിന്റെ ഒരു വിധത്തിലുള്ള രഹസ്യങ്ങളും യു ഷുഡ് നെവർ റിവീൽ ഇറ്റ്. അണ്ടർസ്റ്റാൻഡ്? ശരി സർ. ഹേമാജി, അതൊക്കെ ഒന്ന് വിശദമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഞാൻ പണ്ട് പറഞ്ഞു തന്നിട്ടില്ലേ ഹേമാജിക്ക്? ജോസഫൂട്ടി, സ്ത്രീജനങ്ങൾ വർദ്ധിക്കുന്നു, ജോലിയിൽ ശ്രദ്ധിക്കൂ, കണക്ക് തെറ്റരുത്. ശരി. ആളങ്ങനെയാ, ഒരു പൊടി രോഗിയാ. ഈ കാണുന്ന ജാടകളൊക്കെ ഉള്ളൂ. പ്രമിളയിരിക്കും. പണക്കോട്ട്. ഹലോ, എനിക്ക് ആശ്വാസമായി. ഈ ആൾക്കൂട്ടത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ലേ? വന്നിരുന്നതേ ഉള്ളൂ. തുടങ്ങിയോ ലാത്തി ചാർജ്? ജോസഫൂട്ടി, ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ക്രെഡിറ്റ് ആയി പോവല്ലേ? ആ, നാടെവിടെയാ? വൈക്കത്താ. ഇവിടെ താമസം? അമ്മയുടെ വീട്ടിൽ. കൊള്ളാം. കണ്ണിൽ കണ്ട ഹോസ്റ്റലിലൊക്കെ താമസിച്ച് വയറ് ചീത്തയാക്കണ്ട. അല്ല, ഞാൻ പറഞ്ഞത് ഭക്ഷണക്കാരിയാ. ആ, കല്യാണ തിരക്ക് താലി കെട്ടാൻ മറന്നു. പ്രധാന കാര്യം ചോദിച്ചില്ല. വിവാഹിതയാണോ? എന്താ, മരിച്ചുപോയോ? അയ്യോ, ഞാൻ വിവാഹിതയല്ല. ഹേമേ. ആ, ആരാ? മറ്റാരാ ഹേമയെ വിളിക്കാൻ? തന്റെ ആള് തന്നെ. ഭർത്താവാണേ. ഇവിടെ ഒരു മെഡിക്കൽ കമ്പനിയിലെ സെയിൽസ് മാനേജരാണ്. ഹലോ, മോൻ കരയുന്നെങ്കിലേ ഫ്രിഡ്ജിൽ പാലിരിപ്പുണ്ട്, ചൂടാക്കി വൃത്തിയായി കൊടുക്കണം. മോന്റെ അച്ഛൻ കുറച്ച് കഴിഞ്ഞ് ഓഫീസിൽ പോയാൽ മതി. ആ പിന്നെ അവളടുത്ത് ഗ്യാസ് നന്നായി ഓഫ് ചെയ്യാൻ പറയണേ കേട്ടോ. ശരി. ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു. ബസ്സൊക്കെ സമയത്ത് കിട്ടിയില്ല മോളെ. ഞാൻ വിചാരിച്ചു ബസ് വല്ലതും തെറ്റി കാണുമെന്ന്. നിനക്ക് ബാങ്കിൽ കൂട്ടുകാരികളൊക്കെ ആയോ? ആകെ ഒരാളേ ഉള്ളൂ, ഹേമാവതി. ഇരിക്കും. അയ്യോ, എന്താ ഇതൊക്കെ? എനിക്കൊന്നും വേണ്ട, എനിക്ക് സന്തോഷമല്ലേ. GSC ഫുഡ്സിന്റെ അക്കൗണ്ടിൽ ഞാൻ റെമിറ്റ് ചെയ്തിട്ടുണ്ട് സർ. സാർ നോക്കൂ, ആ ചെക്സ് എല്ലാം പാസ്സാക്കട്ടെ സർ. ഫണ്ട്സ് ഉണ്ടല്ലോ? ഉണ്ട് സർ. വരുന്നു. ഇവിടെ മുടിഞ്ഞവളെ ഇതാ വരുന്നെന്ന് പറഞ്ഞു കേട്ടില്ലേ? കുമ്പം. ഓ, അതൊന്നും നിർത്ത, ഇതാ വരുന്നെന്ന്. ഇവർക്ക് എന്നാത്തിന്റെ സൂക്കേടാണ് ഈ കിടന്ന് ചെയ്യും. കാര്യം എന്താണെന്ന് പറ. മുടിഞ്ഞവളാണെന്നോ? എന്താ ഞാൻ മുടിച്ചത്? അങ്ങനെ കാര്യം പറഞ്ഞേച്ചതല്ലോ, ചുമ്മാ കയറി വരാതെ. എടി, നീ അങ്ങ് പേടിച്ചോ? ഇത് ഞങ്ങളുടെ പതിവാ. ഒരു ദിവസം ഒരു തല്ലെങ്കിലും വെച്ചില്ലെങ്കിൽ ഇവൾക്ക് ഉറക്കം വരില്ല. സുധേഷ, ഞാൻ പറയാറില്ലേ പ്രമീള, ബാങ്കിലും മിണ്ടാപ്പൂച്ച. അയ്യോ, എന്റെ മോനെവിടെ? പ്രമീള വാ. മോനെ, മോനെ കുട്ട. മോനെ, എന്റെ മോൻ പാല് കുടിച്ചോ? എടി, ഇവന് പാല് കൊടുത്തോ? കൊടുത്തു വെച്ചേ. എന്താ മോനെ? മോനെ, ഇതാരാന്നറിയോ? ചേച്ചി. പ്രമീളെ, ഇവനാരാ മോനെന്നറിയോ? തന്തയുടെ അസല. സുധേട്ടൻ എന്നെ കെട്ടിപ്പിടിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല. തന്തയെ കെട്ടിപ്പിടിച്ചില്ലെങ്കിൽ മോനും ഉറങ്ങില്ല. ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ? ഇവൻ ഉറങ്ങിയതും ഞാൻ പോരെ. മോന്റെ പേരെന്താ? കേക്ക്. ഇന്ന് ഞാനാ നേരം വൈകി വന്നത്. ഞങ്ങളിങ്ങനെ അടി. ഞാനങ്ങനല്ല. ഓ,
പിന്നെ ആര് താമസിച്ച് വരുന്നോ കൊടുക്കണം ശിക്ഷ. എങ്ങനെ മോനെ എടുത്തോ. ചിക്കൻ ഫ്രൈഡ് റൈസാ. ഇത് തിന്നാനാ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇത് ചൂടാവാൻ മിനിറ്റുകൾ മതി. സുധേട്ടന്റെ ചേട്ടൻ സിംഗപ്പൂരിൽ നിന്ന് കൊണ്ടുവന്നതാ. ചേട്ടപ്രമേളെ, ആ സിംഗപ്പൂര് പെട്ടി ഇവിടെ ഉള്ളതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലായി ഇവിടുത്തെ പാചകം. മതി മതി, വലിയ വാചകമൊന്നും അടിക്കണ്ട. ഈ തരുന്നതങ്ങ് തിന്നേച്ചാ മതി. എന്താണ് നീ ആലോചിക്കുന്നത്? നിങ്ങളെ കണ്ടപ്പോ എടി അതിന് വലിയ കാര്യമൊന്നുമില്ല. സ്നേഹിക്കണം, വിശ്വസിക്കണം, അതാണ് കുടുംബജീവിതം. എനിക്കിനി ആരും സ്നേഹിക്കാൻ കഴിയില്ല, വിശ്വസിക്കാൻ. അത് ശരി. എടി ആയിരിക്കുന്നതേ എന്റെ മൂന്നാമത്തെ പ്രേമമാ. മൂന്നാമത്തെയോ? ചേട്ടപ്രമേളെ, അത്രയാളെ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. ഓ, ഈ പറയുന്ന ആള് പരമയോഗ്യനാ. എടി 5 മണിയായാൽ ഒരു കമ്പൗണ്ടർ ബാഗും ഒരു തല്ലിപ്പൊളി മോട്ടോർ സൈക്കിളുമായി ഇറങ്ങും. ആ ചടാക്കിനാണെങ്കിൽ ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ വാതുക്കൽ വന്നാൽ കേടാ. എന്നിട്ട് ചടാക്കി കേറി എന്റെ അരയ്ക്ക് കയ്യിട്ട് വേണ്ടി പോരുത്. സുധേട്ടാ, ഞാൻ ഗൗരവമായിട്ട് പറയുകയാണ്. പറഞ്ഞേച്ചാ മതി. നമുക്ക് ഇവൾക്കൊരു ഭർത്താവിനെ കണ്ടുപിടിക്കണം. എന്താ? ഡോക്ടർ വേണോ, എഞ്ചിനീയർ വേണോ, അതോ നമ്മുടെ കാറ്റഗറി മതിയോ? ആരായാലും കൊള്ളാം. തന്നെ പോലെ തല്ലിപ്പൊളിയാവില്ല. സുധേട്ട എന്താ ഇത്? അപ്പൊ പ്രമേള ഇറങ്ങുമല്ലേ? ഇതെന്തൊരു ചോദ്യാ ചേട്ടാ? അത് അവാനെ കയറി പിടിച്ചു. കേടി അങ്ങനെയാ പറയാ, അതാ എന്റെ മര്യാദ. നിനക്കതില്ലല്ലോ. ബൈ ബൈ. മോളെ, മുരളി വന്നു. ഒരു മുന്നറിയിപ്പും ഇല്ലാതാ. അവന്റെ കാര്യമൊക്കെ അങ്ങനാ. ഇതിൽ അവൻ കൊണ്ടുവന്നാ. ഏയ്, പെണ്ണേ, നീ എന്നെ ഓർക്കുന്നുണ്ടോ? അമ്മേ, ഇവളാളെന്ന് സുന്ദരിയായിപ്പോ അല്ലേ? അമ്മ ഇത് കണ്ടോ? പിന്നെ ഇവിടെയോ? പ്രബളെ എന്ന് പിടിച്ചേ. ഇതാ അമ്മേ, ഇവൻ എത്ര ഡർബ് ജയിച്ചാണെന്ന് നമുക്കറിയാവോ? ഇവനാണ് പ്രസിദ്ധനായ നിജൻസ്കി. നിജൻസ്കി. അമ്മേന്ന് പറഞ്ഞേ. നീ പോടാ, എന്നെ കൊണ്ടുപോകുമ്പോ നീ തന്നെ പറഞ്ഞാ മതി. അമ്മേ, ഇവന്റെ വില 1500. അയ്യോ, ഈ ഒരു പടത്തിനോ? എന്റെ കുഞ്ഞെ, ആ കാശുണ്ടായിരുന്ന ഒരു കറവപ്പസിനെ മേടിക്കായിരുന്നല്ലോ അല്ലേ മോളെ? ബ്രിഗേഡിയർ ചന്ദ്രശേഖരന്റെ സഹധർമ്മിണി എന്റെ അമ്മയാണ് ഈ പറയുന്നത്. നീ പോടാ അവിടുന്ന്. ജോഗിങ്ങിന് പോയതാ. വേണമെങ്കിൽ നാളെ മുതൽ പ്രമേളയ്ക്കും കൂടാ. വേണ്ട 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 വേണ്ട, അതൊക്കെ നിന്റെ സിംഗപ്പൂരില് ആണും പെണ്ണും ഒന്നിച്ചോടുന്നത്. ഇത് എറണാകുളമാ. നീ ഒന്ന് കാപ്പ് പിടിക്കാൻ നോക്ക്. പ്രമേളെ, ഒരു മിനിറ്റ്. എന്തൊരു ദുർഗന്ധമാണ് അതിനെ. പ്രബലേ, സുഗന്ധം എന്ന് പറയാൻ അമ്മയ്ക്കറിയില്ല, അതുകൊണ്ടാ. ഇതെന്താണ് ഉരുണ്ടലി? തടി വിചാരിക്കാനോ മറ്റോ ആണോ? അവൾ അത്രയൊക്കെ കഴിക്കാറുള്ളൂ. പ്രമേളെ, ബോംബെ ടെസ്റ്റിൽ ഇന്ത്യ ഇന്നലെ എത്ര റൺസ് എടുത്തു? എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ സ്പോർട്സ് കോളമിൽ വായിക്കാറില്ല.
ഇവിടെ ഏതുണ്ട് നല്ല ഹിന്ദി പിക്ചർ? അറിയില്ല. അല്ലമേ, നിങ്ങൾ സിനിമയ്ക്കൊന്നും പോകാറില്ലേ? ഇവള് രാവിലെ ബാങ്കിൽ പോവും, വൈകുന്നേരം തിരിച്ചു വന്ന് മുറി കയറി കഥവടച്ചിരിക്കും. വിളിച്ച വന്നു വല്ലതും കഴിക്കും. ഇതാ ഇവളുടെ സ്വഭാവം. ഇവളിവിടെ ഉള്ളതും ശരി, ഇല്ലാത്തതും ശരി. അമ്മായി, ഞാൻ എഴുതട്ടെ. ഇടാ, പല നല്ല വിവാഹാലോചനകളും വന്നതാ, പക്ഷെ ഒന്നും നടക്കുന്നില്ല. എന്റെ ആങ്ങളെ ഉണ്ടല്ലോ, അവളുടെ അച്ഛൻ, അങ്ങയുടെ മഹിമ കൊണ്ടാ. കൊച്ചമ്മാരുടെ കാര്യം പിന്നെ പറയാനുണ്ടോ? ഇവിടെ ഇരിക്കല്ലേ പറഞ്ഞത്? ഇരിക്കല്ലേ ഇവിടെ? വീട്ടിൽ അതിഥി വന്നാൽ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? മനസ്സിലായില്ലേ? അതിഥി എന്ന് പറയുന്നത് ഞാനാ. നീ ഇവിടെ സ്ഥിരമായി താമസിക്കുന്നവളാ. ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് വരും. ഞാൻ പറയൂ. അമ്മ എന്നോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. നീ സ്മാർട്ട്. ജീവിതത്തെ സ്നേഹിക്കാൻ പഠിക്കും. അപ്പോ ജീവിതം നിന്നെ സ്നേഹിക്കും. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാനുള്ളപ്പോ ഈ സ്വഭാവം ഞാൻ സമ്മതിക്കില്ല. ഓക്കെ? തിന്നാനാ തന്നത്. പെണ്ണാച്ചോ? എവിടുന്ന് കിട്ടിയടി? മുരളി തന്നതാ. മുരളിയോ? അമ്മായിയുടെ മോന് സിംഗപ്പൂരില. ഇന്നലെ വന്നു. അങ്ങർക്ക് എന്താ ഇവിടെ ജോലി? ഏതോ ഒരു ഫേമിന്റെ ബിസിനസ് എക്സിക്യൂട്ടീവാ. അമ്മായിയുടെ മകൻ മുറച്ചെറുക്കൻ അല്ലേ? വിവാഹിതനാണോ? അല്ല. കാണാൻ ഇങ്ങനെ? എനിക്കറിഞ്ഞൂടാ. സൂക്ഷിച്ചു കേട്ടോ. എന്നെ സൂക്ഷിച്ചോന്ന്. എന്തായാലും ആളെ എനിക്കൊന്ന് കാണണം. എന്തിനാ? കാണാൻ പാടില്ലേ? മുരളിയല്ലേ? അതെ. വന്നോന്നറിഞ്ഞു. ഇത് അവിടുന്ന് കൊണ്ടുവന്നായിരിക്കും. നല്ല കാസറ്റ്സ് ഒക്കെ ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഇടയ്ക്ക് ഒന്ന് കാണാമല്ലോ. അല്ല, ആരാണെന്ന് മനസ്സിലായില്ല. ഞാൻ ഹേമ, പ്രമീളയുടെ ഫ്രണ്ട്. ഞാനും ബാങ്കിലാ ജോലി ചെയ്യുന്നത്. അത് ശരി. പ്രമീളേ, പ്രമീളേ, ഇരിക്കാം. ഹേമയാ? അതെടി, വാ വാന്നേ. മുരളി ഇരിക്കുന്നേ. നമുക്ക് അകത്ത് പോയി സംസാരിക്കാം. വാ. വേണ്ടെന്നേ, നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം. നമുക്ക് അകത്ത് പോവാന്നേ. എന്തിന്? ഇനി ഡിസ്റ്റർബൻസ്? ഓ നോ നോ. മുരളി, ഇവളൊരു ദുഃഖത്തിന്റെ മെഴുകുതിരിയാ. ആർക്കും വേണ്ടാതെ കത്തിത്തീരുന്നു. രമ എന്തൊക്കെയാ പറയുന്നത്? പിന്നല്ലാതെ പണ്ടെങ്ങാണ്ട് ഒരുത്തം വന്ന് പ്രേമിച്ചെന്ന് കരുതി. പ്രമീളെ, ഞാനാ കാര്യം പറഞ്ഞതിന് പിണങ്ങിപ്പോയതാ. ഇവളുടെ ഒരു കാര്യം. അയ്യോ പ്രമീളെ, ഞാൻ ഒന്നും ഓർത്തോണ്ട് പറഞ്ഞതല്ല. എന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടെ? ഇങ്ങോട്ട് നോക്കി. നോക്കടി. അയ്യോ, സുധേട്ടൻ വന്നു. മാർക്കറ്റിൽ പോയ വഴിക്ക് ഞാനിങ്ങ് ഇറങ്ങിയതാ. വാ വന്നേ. അയ്യോ, അമ്മായി കണ്ടില്ലല്ലോ. പുള്ളിക്കാരി ഇവിടെ കുളിക്കുക. കണ്ടിട്ട് പോയ പോരെ? ഇനി എന്നെ നിർക്കാൻ സമ്മതിക്കത്തില്ല. വാ മുരളി. മുരളി വന്നേ. എന്റെ പ്രിയതമനെ ഒന്ന് പരിചയപ്പെടണ്ടേ? എന്റെ ഭർത്താവിന്. അത് ശരി. വാ സുധേട്ടാ. സുധേട്ടാ, സുധേട്ടാ, ഒന്ന് മുരളിയെ പരിചയപ്പെട്ടെ. ഇപ്പൊ വേണോ? വരൂന്നേ. ശരി, എങ്കിൽ പരിചയപ്പെട്ട് കളയാം. വരുന്നു. മുരളി, സുധേട്ടന് പരിചയമില്ലല്ലോ. ഒന്ന് പരിചയപ്പെടുത്തി താടി. സുധേട്ടാ, ഇതാണ് മുരളി.
ഹലോ ഹലോ. എന്ത് പറയുന്നു പ്രമേളെ? ആ മുരളി, ഒരു ദിവസം വീട്ടിലേക്കൊക്കെ വരണം. ഇപ്പൊ ഞാനല്ലേ ക്ഷണിക്കേണ്ടത്? വരും. അയ്യോ, ഇപ്പൊ പറ്റത്തില്ല. ആ പച്ചക്കറികളെല്ലാം കാറിൽ ഇരിക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് വേണം നല്ലൊരു മറ്റു വിളമ്പാൻ. ആ മുരളി സ്മാളൊക്കെ അടിക്കുമല്ലോ അല്ലേ? ഒരു ദിവസം ചെറുതായി നമുക്കൊന്ന് ഇതിനെ പോയി വരട്ടെ മുരളി. സുധേട്ടാ, ഞാൻ ഓടിക്കാം. ഓടിച്ചോ. പ്രമിളെ, അപ്പൊ അതാണ് നിന്റെ പ്രശ്നം. നിൽക്കൂ, നീ കഥയെന്ന് പറഞ്ഞേ കേൾക്കട്ടെ. പറയൂ. അവിടെ ഔട്ട് ഹൗസിൽ താമസിച്ചിരുന്നത് അഡ്വക്കേറ്റ് ബാലചന്ദ്രൻ. ആരാണെന്ന് മാത്രമല്ല, എങ്ങനെയാ ബന്ധം തകർന്നു എന്നാണ്. എന്റെ കുറ്റം കൊണ്ടല്ല. നിന്നെപ്പോലൊരു പെൺകുട്ടിയെ പ്രേമിച്ചിട്ട് കൈയൊഴിയുക. അവൻ നട്ടല്ലില്ലാത്തവനാണ്. നിന്റെ സ്നേഹവും അവൻ അർഹിക്കുന്നില്ല, നിന്റെ ദുഃഖവും അർഹിക്കുന്നില്ല. നഷ്ടപ്പെട്ടത് വെറും ഒരു കാമുകനാണ്. ആ നഷ്ടത്തിൽ നീ നിന്റെ ജീവിതം എഴുത്തള്ളരുത്. പ്രമിളെ, ഇപ്പോൾ നിന്റെ മനസ്സിലുള്ള മണ്ടൻ കാമുകനുണ്ടല്ലോ, അവനവിടെ നടിച്ചോടി. എങ്കിലേ മറ്റൊരാൾക്ക് അങ്ങോട്ട് കയറുക നോക്കൂ. മനസ്സിലായി? പെണ്ണേ, ആലോചിച്ച് തലപുണ്ണാക്കണ്ട. മനസ്സൊക്കെ തൂത്തുവാരി വാതിലൊക്കെ തുറന്നിട്. ഒരു പക്ഷേ മുരളി തന്നെയാണ് കയറി വരുന്നതെങ്കിലോ? നീ എന്തുവാടേ കാണിക്കുന്നത്? ഗേറ്റ് തുറന്നോളാ. അവൾ ജോലി ക്ഷണിച്ചു വരികയല്ലേ? അതെയോ? ശരി, വാ മോളെ. അവന്റെ ഒരു കളി. കാപ്പി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടേ മോളെ? ശരി അമ്മായി. അമ്മേ, എന്നാടാ? അവളുടെ വേഷം കണ്ടില്ലേ അമ്മേ? ഒരുമാതിരി വള്ളിയും പുള്ളിയുള്ള സാരിയെ കൊടുത്തോണ്ട് നടക്കുന്നു. അവക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ലെന്നേ. ബാങ്കിലല്ലേ അമ്മേ ജോലി ചെയ്യുന്നത്? 4 ആൾക്കാർ കാണുന്നതല്ലേ? ശമ്പളം കിട്ടിയ ഉടനെ വീട്ടിലേക്ക് അയക്കും. എന്നാ പിന്നെ അമ്മയ്ക്ക് 2 സാരി വാങ്ങിക്കൊടുക്കാൻ പോലെ. നീ അല്ലയോ വലിയ കൊമ്പത്തെ ശമ്പളക്കാരൻ? നിനക്ക് 2 സാരി വാങ്ങിക്കൊടുത്തതായോ? അല്ല, അമ്മ ആളൊരു പിശുക്കിയാണല്ലോ. അല്ല പിന്നെ അമ്മേ, വേണ്ട വേണ്ട, വലിയ പോളിഷൊന്നും വേണ്ട. സെലക്ഷൻ കഴിഞ്ഞോ? മുരളിയുടെ ഫ്രണ്ടിന്റെ നിറം എന്താ? ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. ഇവയിൽ ഏതെങ്കിലും എടുക്കാം. ഇതിലേതാ നല്ലത്? 3 നല്ലതാ. എന്നാ 3 പാക്ക് ചെയ്തേക്ക്. പ്രമിളെ, എന്റെ പ്രസന്റേഷൻ. എനിക്കോ? അതെ. എന്താ തരാൻ പാടില്ലേ? മുരളി, ഇതിനെന്താ പേര് പറയുന്ന അറിയാമോ? പ്രാന്ത്, മുഴുപ്രാന്ത്. അമ്മ സിഗപ്പേട് വന്നിട്ടില്ലല്ലോ. അമ്മേ, 2 ദിവസമായിട്ട് നമ്മുടെ ജോഗിങ് നടക്കുന്നില്ല. മസിലൊക്കെ ഒന്ന് ഇളകട്ടെ. ഓ, കൊള്ളാം കൊള്ളാം. അമ്മായി,
എന്താ മോളെ? അമ്മായി ഞാൻ പോകുന്നു. അയ്യോ നിൽക്കു മോളെ, ഞാൻ ചോറ് എടുക്കട്ടെ. പ്രമിളെ, നന്നായിരിക്കുന്നു. മോളെ ഞാൻ മുളക്കോടാ, വെയിൽ കൊള്ളണ്ട. ഞാൻ വരട്ടെ. ഹായ്, ആളങ്ങ് മിനിങ്ങിയിരിക്കുന്നല്ലോ. ഓർഗൻസിയാ? ആരുടെ സെലക്ഷൻ അടി? മുരളി.